ഹിമാചലിലേക്ക് മുൻപ് 3-4 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും സ്പിറ്റി വാലി ഒരു സ്വപ്നമായിട്ട് അങ്ങനെ ബക്കറ്റ് ലിസ്റ്റിൽ കിടക്കായിരുന്നു. അങ്ങനെ ലോക്കൽ ബസ് പിടിച്ച് കീ മൊണാസ്ട്രി കാണാൻ കാസയിലേക്ക് പോകുന്നതിനിടയിൽ ഒരു ലാൻഡ് സ്ലൈഡ്. വീട് കിടക്കുന്ന പാറ കഷ്ണങ്ങൾ കൈകൊണ്ടും പൊക്ലിനും കൊണ്ടും ഒന്നും എടുത്ത് മാറ്റാൻ പറ്റാണ്ട് കുഴി ബോംബ് വെച്ച് പൊട്ടിച്ച് റോട്ടിൽ നിന്ന് തെറിപ്പിച്ച് മാറ്റണ സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാൻഡ് സ്ലൈഡ് കാരണം അങ്ങോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് റിക്കോങ് പിയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കേണ്ടി വന്നു. എന്തായാലും എത്തിപ്പെട്ട സ്ഥലം ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ച് അന്വേഷിച്ചപ്പോഴാണ് അടുത്ത് കോട്ടി മന്ദിർ എന്ന പേരുള്ള വളരെ പ്രശസ്തമായ ഇന്ന് അവർ പറയപ്പെടുന്ന ഒരു അമ്പലവും കുറച്ച് പരിപാടികളും സംഭവങ്ങളും ഒരു ശാന്തി സ്തൂപയും സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്കണേ. അങ്ങനെ രാവിലെ തന്നെ കുളിച്ച് കുട്ടപ്പനായിട്ട് ഇറങ്ങി. എവിടെ നോക്കിയാലും ആപ്പിൾ മരങ്ങളാണ് ഇവിടെ ഉള്ളത്. മെയിനായിട്ട് നമ്മുടെ അവിടെ മാവ് കാണുന്ന പോലെയാണ് ഇവിടെ എല്ലാ വീട്ടിലും ഓരോ ആപ്പിൾ മരങ്ങളുള്ളത്. ആപ്പിൾ കണ്ടാൽ തന്നെ ബുദ്ധിമുട്ടാണ്. ഫുൾ റെഡ് കളറും യെല്ലോ കളറും ഒക്കെയാണ് മരങ്ങളുടെ ഇലകളുടെ കളറ്. അതാണ് ഇവിടുത്തെ മെയിൻ. അങ്ങോട്ട് പോണ വഴിക്ക് ഞാൻ കുറച്ച് ആൾക്കാരെ കണ്ടുമുട്ടി. അങ്ങനെ കണ്ടുമുട്ടിയ ആൾക്കാരിൽ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ ഒരു മനുഷ്യനും അയാളുടെ ഉപജീവന മാർഗവുമാണ് ഈ വീഡിയോന്റെ ഹൈലൈറ്റ്. പിന്നെ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും നിറയെ കുന്നുകളും മലകളും അവിടെ നിന്ന് അങ്ങോട്ട് അമ്പലവും അതിനെ ചുറ്റുപറ്റിയിട്ടുള്ള കുറച്ച് ജനങ്ങൾ താമസിക്കുന്ന ഒരു വില്ലേജുമാണ് ഉള്ളത്. കോട്ടി മന്ദിർ, കോട്ടി ഗാവ് എന്ന് പറഞ്ഞിട്ടൊരു ഗാവിന്റെ ഉള്ളിലുള്ള ഒരു അവരുടെ തന്നെ ഒരു അമ്പലമാണ് ഈ പറഞ്ഞ സാധനം. ഒരു പ്രത്യേക ആർക്കിടെക്ചറൊക്കെയാണ് ഇവരുടെ. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കല്ലുകൾ മാത്രം വെച്ചുകൊണ്ട്, കല്ലുകളും മരത്തിന്റെ പീസുകളും വെച്ചുകൊണ്ടാണ് ഇവരുടെ വീടുകളുടെ നിർമ്മാണം പരിപാടികളൊക്കെ. ആപ്പിള് വഴിയോരത്ത് മറ്റേ റോഡിന്റെ സൈഡിൽ മുഴുവൻ ആപ്പിളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. ഇവിടെ വരുന്ന വെള്ളം ശരിക്കും പറഞ്ഞാൽ ഈ മലയുടെ ഏറ്റവും മുകളിൽ നിന്ന് ഐസ് ഒഴുകി വരുന്നതാണ് ഈ വെള്ളം. നല്ല തണുപ്പും പോരാത്തതിന് ശുദ്ധമായ വെള്ളവുമാണ് ഇവിടെ വരുന്നത്. ചാലിലാണെങ്കിൽ പോലും ശുദ്ധമായ വെള്ളമാണ് വരുന്നത്. ആ കാണുന്നതാണ് അമ്പലം. അങ്ങനെ അമ്പലത്തിന്റെ അവിടെ ഒരു 5 മിനിറ്റ് മെഡിറ്റേഷനൊക്കെ ചെയ്ത് പീസായിട്ടിരിക്കുന്ന സമയത്താണ് ഡ്രെഡ് ലോക്ക് ഒക്കെ ചെയ്തൊരു ഡൂഡ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സന്യാസീനെ കണ്ടതിന്റെ ക്യൂരിയോസിറ്റിയിൽ പുള്ളിയുടെ പിന്നാലെ പോകാന്ന് വിചാരിച്ചു. പുള്ളി എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് പുള്ളിയുടെ പരിപാടികൾ, എന്താണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് പുള്ളിയുടെ പിന്നാലെ പോയതാണ്. അപ്പൊ പുള്ളി എന്നെ ഒന്ന് നോക്കി, നീ ഏതാടാന്നുള്ള രീതിയിൽ എന്നെ ഒന്ന് നോക്കി. പിന്നെ പുള്ളിയുടെ പിന്നാലെ പോകാൻ നിന്നില്ല, നേരെ അങ്ങോട്ട് നടക്കുമ്പോൾ റൈറ്റ് സൈഡില് ചേച്ചിമാര് അലക്കണതും കുളിക്കുന്നതും ആയിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഒരു ചെറിയ പൂള് പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്. അങ്ങോട്ട് നോക്കിയില്ലേ ഞാൻ. അങ്ങനെ കുറച്ചുകൂടി നടന്ന് നേരെ പോയപ്പോ ഒരു ആപ്പിളിന്റെ ഒരു തോട്ടം ചെറുതൊരെണ്ണം. ആ കാണുന്ന ടോപ്പ് പോയിന്റ് ആണ് കിന്നർ കൈലാഷ്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. സിനിമയ്ക്ക് പറ്റിയ ലൊക്കേഷൻ ആട്ടോ. ആ കാണുന്നതാണ് ശാന്തി സ്തൂപത്തിന്റെ അടുത്തെത്തിയപ്പോ പിന്നീന്നൊരു ചുറ്റിക അടിക്കണ സൗണ്ട്, ചുറ്റിക ഇങ്ങനെ തട്ടണ സൗണ്ട്. തിരിഞ്ഞു നോക്കിയപ്പോ ഉണ്ടല്ലോ ഒരു മനുഷ്യരുന്ന് തോക്കുണ്ടാക്കണു. അത് കൊള്ളാലോ. ഇതാദ്യമായിട്ടാണല്ലോ ഇങ്ങനൊരു സാധനം കാണുന്നത്, ഇങ്ങനൊരു സംരംഭം കാണുന്നത്. തോക്ക് ഇത്ര ഓപ്പൺ എയറിൽ ഇരുന്ന് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റെയറായിട്ടുള്ളൊരു വിഷ്വൽ തന്നെയാണ് അല്ലേ. ക്യൂരിയോസിറ്റി അടിച്ചു, കയറിയിരുന്നു, പുള്ളീനെ പരിചയപ്പെട്ടു, സംസാരിച്ചു, പുള്ളിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇത് ലൈസൻസ് ഉള്ള പരിപാടിയാണോ, ലൈസൻസ് ഇല്ലാത്ത പരിപാടികളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞു. സംഭവം പുള്ളിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട് ഇത് ഉണ്ടാക്കാനുള്ളത്. ലൈസൻസ് ഉള്ള പരിപാടിയാണ്. പുള്ളി ഇതൊരു 10-50 വർഷത്തിന് മുകളിലായിട്ടുണ്ട് ഈ സംഭവം പുള്ളി ചെയ്യാൻ തുടങ്ങിയിട്ട്. 1970 തുടങ്ങിയതാണെന്ന് പറയുന്നത് പുള്ളി. പിന്നെ ഞാൻ ചോദിച്ചു, ഇയാൾക്ക് ഇപ്പോൾ ഈ സാധനം ഒരേ ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്, വേറെ ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്, അതായത് ചെറിയ തോക്കുണ്ടോ, പിസ്റ്റൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല, ഇതും പിന്നെ 1-2 വെറൈറ്റി ആയിട്ടുള്ള ഈ ഡബിൾ ബാരൽ ഗണ്ണ് അങ്ങനത്തെ 2-3 സാധനങ്ങളാണ് പുള്ളി ഉണ്ടാക്കുന്നത് മെയിനായിട്ട്. ഒരെണ്ണത്തിന് 33,000 രൂപ തൊട്ട് 35,000 രൂപ വരെ വിലയുണ്ട്. ഒരെണ്ണം ഉണ്ടാക്കാനായിട്ട് പുള്ളി ഇത് ഏകദേശം ഒരു 35 ദിവസം തൊട്ട് 45 ദിവസം വരെ എടുക്കും ഒരു തോക്ക് ഉണ്ടാക്കാൻ എന്നാണ് പുള്ളി പറഞ്ഞത്. ലൈസൻസ് ഉള്ള ആർക്കും പുള്ളിയുടെ അടുത്ത് നിന്ന് തോക്ക് വാങ്ങിക്കാവുന്നതാണ്. ശ്യാംലാൽ എന്നാണ് പുള്ളിയുടെ പേര്. ഇങ്ങേരുടെ ഒരു മോനും ഇപ്പോൾ ഈ പരിപാടി ചെയ്യുന്നുണ്ട്. ഏറ്റവും താഴെയുള്ള മോൻ ഖാന്ദാനി ബിസിനസ് നോക്കി നടത്തുകയാണെന്നാണ് പറഞ്ഞത്. ഖാന്ദാനി ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫാമിലി ബിസിനസ്. ക്യാമറ കണ്ടപ്പോഴും കുറെ ആൾക്കാർ വന്ന് ഹായിക്ക് പറയുന്നുണ്ട്. പിന്നെ ക്യാമറ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പിന്നെ ഇഷ്ടമാണല്ലോ. നല്ല മനുഷ്യനാട്ടോ പുള്ളി. എൻ്റെ അടുത്ത് എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. കേരളത്തിൽ എങ്ങനെയാണ് പരിപാടികൾ, എന്തൊക്കെയാണ് സംഭവങ്ങൾ, ഞാൻ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാൽ. ഈ പിന്നിലിരിക്കുന്ന സാമഗ്രികളാണ് ആശാന്റെ ടൂൾസ്. അങ്ങനെ അവിടെ നിന്ന് ബായ് പറഞ്ഞിറങ്ങണ സമയത്ത് ഞാൻ ചോദിച്ചു മുകളിലേക്ക് എന്താ പരിപാടി, എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടേക്ക് കെയർ. ബൈ.